എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലൊക്കെ നല്ല കേസസ് കൂടി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇന്നലെ നൈറ്റാണ് വന്നത്. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അച്ഛനും അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഇന്നലെ നൈറ്റ് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇപ്പോൾ രാവിലെ മോർണിംഗ് ആണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അമ്മയും അച്ഛയും പിന്നെ നമ്മുടെ ജൂലിയും അപ്പവും എല്ലാവരും കൂടി ചേർത്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീച്ച് എക്സസൈസൊക്കെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി താഴെ പോയിട്ട് ചായ കുടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അടുത്ത്, അതിലുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് താഴെ പോയിട്ട് അമ്മ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം, ചായ കുടിക്കാം. അപ്പോൾ അപ്പോൾ അമ്മ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ തന്നെ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉള്ളതല്ലേ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അമ്മ ഫുള്ള് സെറ്റായി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി വൈകിട്ടാണ് എത്തിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ജൂലീനെയും അപ്പൂനെയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവരെ കുറച്ച് ഇങ്ങനെ കളിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജൂലി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഒരു 1.5 months കഴിഞ്ഞു. നമ്മുടെ പപ്പീസൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ അവളെ കുറച്ചിങ്ങനെ കളിപ്പിച്ചതിന് ശേഷം നേരെ പോയത് അപ്പൂൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പൂനെ കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആൾ അച്ഛനെ കാണുമ്പോൾ ഭയങ്കര പുറത്തേക്ക് ചാടണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ, പിന്നെ ഞങ്ങളെ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും. അപ്പോൾ നിവിക്കുട്ടൻ എന്താ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആൾ ഇപ്പോഴാണ് ഇവിടെയാണ് എത്തിയിരിക്കണതെന്ന് മനസ്സിലായത്. നമ്മൾ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ രാത്രി ഉറങ്ങി, അങ്ങനെ കറന്നുറങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കിടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഇവിടെ അവന് ഒരു ചാക്കിൽ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ചാക്ക് ഇങ്ങനെ വലിച്ചിട്ട് വന്നിട്ട് എല്ലാവരും ഒറ്റ കൊട്ടലാണ്. അത് അങ്ങനെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ഇങ്ങനെ ഒച്ച ഉണ്ടല്ലോ, ഈ കൊട്ടുമ്പോൾ ഒരു ഒച്ചയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അതൊന്നും ഇങ്ങനെ ഓരോന്ന് പെറുക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളിക്കും. അപ്പോൾ നിവിക്കുട്ടനും ജൂലിപ്പെണ്ണിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. നിവിക്കുട്ടൻ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജൂലിപ്പെണ്ണ് ഇങ്ങനെ കിടക്കും, നമ്മളിങ്ങനെ എന്താ പറയുക ഒഴിഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ നിവിക്കുട്ടൻ കുഞ്ഞു കുട്ടിയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പോൾ അമ്മ ഇതാ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും നന്നായിട്ട് ഇങ്ങനെ പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിവിക്കുട്ടൻ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതാ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഇന്ന് രാവിലേക്ക് നമ്മൾ ദോശയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതിൻ്റെ കൂടെ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നിവിക്കുട്ടന് ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ഏട്ടും കൂടി എന്താ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം രാവിലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വെക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാടൻ സ്റ്റൈലിലുള്ള മുളക് വറുത്തപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കടുകും കുറച്ച് ജീരകവും അതുപോലെ കുറച്ച് ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും. സവാളയ്ക്ക് പകരം ചെറിയുള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങോട്ട് കുതിർന്ന് വന്നോളൂല്ലോ. അപ്പോൾ ആ വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇടിച്ചക്ക കിട്ടി കേട്ടോ. ഞങ്ങൾ അവിടെ കൊച്ചിയിലൊന്നും ഇടിച്ചക്ക കിട്ടാൻ തുടങ്ങിയിട്ടില്ല, പച്ചക്കറി കടയിലൊന്നും. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് ആരോ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും അമ്മ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇടിച്ചക്കപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം, പ്രത്യേകിച്ച് ഏട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങയൊക്കെ ചിരവിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇടിച്ചക്കപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്.
അപ്പോൾ നമ്മളിതാ ഉച്ചയ്ക്കുള്ള സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. സദ്യവട്ടം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഇടിച്ചക്കപ്പേരിയും അതുപോലെ നമ്മുടെ മുളക് വറുത്തപ്പുളി, പാലക്കാടൻ മുളക് വറുത്തപ്പുളിയും, പിന്നെ നല്ല ഓംലേറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കുളി കഴിഞ്ഞ് നീക്കൂട്ടിന് ഭക്ഷണം കൊടുക്കണം, അതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോർമലായിട്ടുള്ളൊരു ഡേ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എങ്ങോട്ടും പോകണമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ അവിടെ ഓംലെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഉറങ്ങി എണീച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി രാത്രിക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി അമ്മ ഉണ്ടാക്കും, ചിക്കൻ കറി ഞാനും ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് ഉള്ളി അരിയാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞത്, അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ചധികം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിയുടെ കൂടെ തേങ്ങാക്കൊത്ത്. നമ്മൾ ബീഫിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല, അതുപോലെ തന്നെയാണ് കേട്ടോ ചിക്കൻ കറിയുടെ കൂടെ ഇടുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം പച്ചമുളക് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ആ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴഞ്ഞ് വരണം. അപ്പോൾ അതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലിയും പിന്നെ ഗരം മസാല, പിന്നെ അതിലേക്ക് ചേർത്തിട്ടുള്ളത് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറച്ചൊരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം നമുക്ക് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ രാത്രിയിലത്തെ ഡിന്നർ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 6:30 to 7:30 വരെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വേർത്തിരിക്കുകയാണ്. അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിലിങ്ങനെ വന്നിരിക്കുക. ഭയങ്കരമായിട്ട് വേർത്തപ്പോൾ എന്താ പറയുക, തലയും വേർത്തു. അപ്പോൾ ഇനി ഈ വേർപ്പൊക്കെ ഒന്ന് വറ്റിയിട്ട് വേണം ഒന്ന് മേല് കഴുകാനായിട്ട്. ഏട്ടും ഉണ്ടായിരുന്നു കേട്ടോ വർക്കൗട്ടിന്. അപ്പോൾ ഏട്ടും ഇപ്പോൾ ജസ്റ്റ് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി മേല് കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. നിവിക്കുട്ടനും ഉണ്ട് ഇവിടെ. ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ നിവിക്കുട്ട, ഒരു ഹായ് പറയൂ. നിവിക്കുട്ട ഇവിടെ കാർട്ടൂൺ കാണാം കേട്ടോ, അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോയിട്ട് മാമു കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ ഉറങ്ങിയിട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ ഷൂട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.